സ്വാഗതം ആശംസിച്ച ജാബിർ ഹാഫി, കിസി മുഹമ്മദ് മുസ്ലിയാർ, കോയ ഹാജി തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ പൗരപ്രമുഖരെ, രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അച്ചാനമ്പലം സുന്നിയോജന സംഘം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വളരെ മാതൃകാപരമായ ഒരു പരിപാടിക്കാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. കേരള വഖഫ് ബോർഡിന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ പുത്തൻ പ്രതീക്ഷകളിലൊന്നായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾക്ക് സ്വീകരണം നൽകുന്ന മഹത്തായ ഒരു ചടങ്ങിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ദീർഘകാലം അതിന് നായകത്വം വഹിക്കുകയും കേരള വഖഫ് ബോർഡിന് തന്നെ ഒരു കാലയളവിൽ നേതൃത്വം കൊടുത്ത് മാതൃക കാണിച്ച മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ പുത്രനായിട്ടുള്ള റഷീദ് അലി ശിഹാബ് തങ്ങളുടെ ഈ പുതിയ അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം നമുക്കൊക്കെ വലിയ പ്രതീക്ഷയും വലിയ ആകാംക്ഷയും നൽകുന്ന ഒരു കാര്യമാണ്. സുന്നി യുവജന സംഘം ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഊന്നുവടി എന്ന് മഹാന്മാരായ പൂർവിക പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുകയും ഇന്ന് കേരളത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സന്ദേശങ്ങൾ കൈമാറുന്നതിനാവശ്യമായിട്ടുള്ള ദേശീയ തലത്തിലുള്ള ദൌത്യം നിർവഹിക്കുന്നതിന് ഒരുങ്ങുകയാണ് സുന്നി യുവജന സംഘം. ഇന്ത്യ രാജ്യത്തെ വർത്തമാനകാലത്ത് മുസ്ലിം സമുദായം ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ഈ സമുദായത്തെ ശത്രുപക്ഷത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളുടെയും ശത്രുവായി മുസ്ലിങ്ങളെ കാണണം എന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തെയും മറ്റുമൊക്കെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾക്ക് രാജ്യത്തിന്റെ ഔദ്യോഗികമായ സംവിധാനങ്ങൾ പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് സമസ്തയുടെ പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ ദേശീയ തലത്തിലേക്ക് അതിന്റെ വിദ്യാഭ്യാസ ദഅവ പ്രവർത്തനങ്ങളുമായി മുന്നിട്ട് പോരുന്നത്. വളരെ കരുതലോടുകൂടി വിവേകത്തോടുകൂടി ലോകത്തും ഇന്ത്യയിലും നടന്നുകൊണ്ടിരിക്കുന്ന ചലനങ്ങളെ സമീപിക്കുകയും അതിനനുസൃതമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകേണ്ട ഒരു സന്ദർഭമാണിത്. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സർവ്വ തിന്മകളും മുസ്ലിം സമുദായത്തിന്റെയും ഇസ്ലാമിന്റെയും പേരിൽ വെച്ചുകെട്ടിക്കൊണ്ട് ഈ സമുദായത്തെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ നടക്കുന്നു എന്നതിനേക്കാളപ്പുറം ലോകത്തെ വൻകിട സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ, അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ബഹുമാന്യനായ നമ്മുടെ പുതിയ വഖഫ് ബോർഡ് ചെയർമാൻ ആദരണീയനായ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ വേദിയിലേക്ക് കടന്നുവരികയാണ്.
ബഹുമാന്യരെ, തങ്ങൾക്ക് പെട്ടെന്ന് പട്ടാമ്പിയിൽ ഒരു പള്ളി ഉദ്ഘാടനത്തിന് ഉള്ളതുകൊണ്ട് തങ്ങളുടെ പരിപാടി നടക്കാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട വഖഫ് ബോർഡ് ചെയർമാൻ റഷീദ് അലി ഷിഹാബ് തങ്ങളെ ആദരിക്കാൻ വേണ്ടി എസ്വേസിന്റെ സ്വാഗത സംഘം ചെയർമാനായ UP കോയ ഹാജി അവരുകളെ ക്ഷണിക്കുകയും അത് സ്വീകരിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ അവരുകളെ ക്ഷണിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട തങ്ങൾ അവരുകളെ ആദരവപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനനായ അധ്യക്ഷൻ നിവേദി ഉദ്ഘാടനം ചെയ്യുന്ന സത്താർ മദദ് മുഖ്യപ്രഭാഷണം നടത്തുന്ന പൂക്കോട്ടൂർ വേദിയിലും സന്നിഹിതരായിട്ടുള്ള മറ്റു വിശിഷ്ടാതിഥികളെ സഹോദരന്മാരെ, ആദ്യമായി നിങ്ങളുടെ നൽകുന്ന ഈ സ്വീകരണത്തിന് നന്ദി, കൃതജ്ഞത പ്രകാശിപ്പിക്കുക. വഖഫ് ബോർഡ് ചെയർമാൻ എന്ന നിലയിൽ നീതിബോധത്തോടുകൂടിയ നീതിയിലധിഷ്ഠിതമായ വിധി പറയാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ അനിവാര്യവുമാണ്. പ്രാർത്ഥനയും നൽകിക്കൊണ്ട് അനുഗ്രഹിക്കണമെന്ന് നിങ്ങൾ ആദ്യമായി അതിനുവേണ്ടി പ്രാർത്ഥന ചെയ്തുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാവിധ സഹായ സഹകരണവും നൽകണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുക. വഖഫ് ബോർഡിൽ നിന്ന് നിങ്ങൾക്ക് നമ്മുടെ മഹല്ലത്തിലുള്ള നിരാലംബർക്ക്, നിർധനർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ, എന്തെല്ലാം ആനുകൂല്യങ്ങളാണോ അത് നിങ്ങൾ നേടിയെടുക്കണം. അതോടൊപ്പം തന്നെ മറ്റു പല ഗവൺമെന്റ് ഏജൻസികളിൽ നിന്ന് കിട്ടേണ്ട നിരവധി ആനുകൂല്യമുണ്ട്. പല ഡിപ്പാർട്ട്മെന്റുകളും പറയുന്നത് നമ്മുടെ ആളുകളൊന്നും ഇത്തരം ഏജൻസികളുമായി ബന്ധപ്പെടാതെ അല്ലെങ്കിൽ ആ ആനുകൂല്യങ്ങളൊന്നും വാങ്ങാൻ അർഹത ഉണ്ടായിട്ട് പോലും അവരൊന്നും മുൻപന്തിയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കീഴിൽ പാവപ്പെട്ട രോഗികൾക്കുള്ള കിട്ടേണ്ട അവകാശങ്ങളുണ്ട്. വഖഫ് ബോർഡിൽ നിന്ന് പാവപ്പെട്ട രോഗികൾക്ക്, കിഡ്നി സംബന്ധമായ മാരക രോഗമുള്ള ആളുകൾക്ക് കിട്ടേണ്ട 10,000 രൂപ, അതേപോലെ തന്നെ പാവപ്പെട്ട പെൺമക്കളെ കല്യാണം കഴിച്ചയക്കുന്നതിന് വേണ്ടി അവർക്ക് കിട്ടേണ്ട 5,000 രൂപയും, അതേപോലെ തന്നെ പെൻഷൻ, മുഅല്ലിങ്ങൾക്ക് കിട്ടേണ്ട പെൻഷനും അതൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മുടെ മഹല്ലത്തുകൾ സജീവമാക്കി മഹല്ല് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് വോട്ടവകാശം നേടേണ്ടതിലേക്ക് വോട്ടവകാശം അർഹത 7% ടാക്സ് 1 ലക്ഷത്തിന് അടക്കുന്നുണ്ടെങ്കിൽ വോട്ടവകാശവും ഉണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല രീതിയിലുള്ള പ്രവർത്തനം സുതാര്യമായ രീതിയിൽ ബാഹ്യ ഇടപെടലുകളൊന്നുമില്ലാതെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകാൻ നിങ്ങളെല്ലാവരും സഹായിക്കണം, സഹകരിക്കണമെന്ന് നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് ഇവിടെ നൽകിയ ഈ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു പുരുഷാഴ്ച മുഴുവനും ദീനിനും തന്റെ നാടിനും വേണ്ടി ജീവിതം സമർപ്പിച്ച മണ്ടോട്ടി പള്ളിയുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കമ്പ്യൂട്ടർ പണ്ഡിത ശ്രേഷ്ഠനുമായിരുന്ന ഉസ്താദ് മഹ്റൂം എം ബസീർ മുസ്ലിയാരുടെ അനുസ്മരണ ഗാന ഡോക്യുമെന്ററിയുടെ പ്രകാശന ചടങ്ങ് ഈ പ്രൗഢമായ വേദിയിൽ പ്രകാശനം നിർവഹിക്കുന്നു. ഹസൈൻ ചേറൂർ സംവിധാനം നിർവഹിച്ച്
സഹസാദ് ചേറൂറും സബീർ അച്ഛനമ്പലവും ഗാനമാലപിക്കുകയും റിയാസ് അച്ഛനമ്പലത്തിന്റെ സഹസംവിധാനത്തിലും ജാബിർ അബിയുടെ കോർഡിനേഷനിലും അണിച്ചൊരുക്കിയ നുജൂം ഈ വേദിയിൽ പ്രകാശനം ചെയ്യുകയാണ്. അത് നൽകുന്നതിന് വേണ്ടി തങ്ങൾ അവറുകൾ അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സത്താർ തങ്കല്ലൂരിനെ ക്ഷണിച്ചുപോയി. അതുപോലെ നമ്മുടെ ആപ്പിലിന് വേണ്ടിയുള്ള ഉപകാരങ്ങളവർ ആപ്പിലെ ഹസൻ ഫായിസിന് നൽകുന്നു. ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇസ്ലാമിക സമൂഹത്തെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി ലോകത്തുള്ള വൻകിട രാഷ്ട്രങ്ങൾ കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ഒരു പ്രതീകമാണ്, മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി കൊലപാതകമാണ്, കൊടും ക്രൂരതകളോടുകൂടിയുള്ള കൊലപാതകമാണ്, മനുഷ്യത്വം തൊട്ടുതീണ്ടാത്ത ഒരു ജനവിഭാഗമാണ് എന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടി ലോകത്തൊക്കെ പുതിയ പുതിയ മുസ്ലിം നാമധാരികളായ ഗ്രൂപ്പുകളെ സൃഷ്ടിച്ചുകൊണ്ട് ആ ഗ്രൂപ്പുകളെ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ലോകത്ത് അവതരിപ്പിക്കപ്പെടുകയും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ അക്രമങ്ങളും എല്ലാ അതിക്രമങ്ങളും ഇസ്ലാമിന്റെ പേരിൽ ബോധപൂർവം പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, അടിസ്ഥാനപരമായി ലോകത്ത് ഒരു മതസമൂഹവും അക്രമത്തെയോ നീതിയില്ലാത്ത കൊലപാതകത്തെയോ അതിക്രമങ്ങളെയോ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെ നേതൃത്വം നൽകിയ യുദ്ധ ചരിത്രത്തെ പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. ആ യുദ്ധങ്ങളുടെ ഒന്നും പ്രധാനപ്പെട്ട ലക്ഷ്യം പരമാവധി ആളുകളെ കൊന്നൊടുക്കലോ സമ്പത്ത് നശിപ്പിക്കലോ അത്തരത്തിലുള്ള അക്രമങ്ങൾക്കല്ല നേതൃത്വം കൊടുത്തിരുന്നത്. ലോകത്ത് നീതിയും സമാധാനവും സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള ചില ചെറുത്തുനിൽപ്പുകൾ എന്നതിനേക്കാൾ അപ്പുറം യുദ്ധങ്ങളെയും അക്രമങ്ങളെയും അത്തരത്തിലൊരു മാർഗമായി ഇസ്ലാമിക ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. പക്ഷെ ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ പേരിൽ പുതിയ പുതിയ ഗ്രൂപ്പുകളെ ലോകത്തെ ഇസ്ലാമിന്റെ ശത്രുക്കൾ തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കാവശ്യമായ പണം നൽകി, അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തുകൊടുത്ത്, അവർക്കാവശ്യമായ ആയുധങ്ങൾ നൽകി ലോകത്ത് ആയുധ കച്ചവടം സജീവമാക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾക്ക് വൻകിട രാഷ്ട്രങ്ങൾ നേതൃത്വം കൊടുക്കുന്നു. നമുക്കറിയാം, ഒരു കാലത്ത് മരണപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ലോകത്തെ ഇത്തരത്തിലുള്ള സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ
ശത്രുപക്ഷത്ത് ലോകത്ത് കണ്ടിരുന്ന സദ്ദാം ഹുസൈൻ, അദ്ദേഹം ഇറാഖിൽ കുർദുകളെ കൂട്ടക്കൊല ചെയ്യാൻ ആവശ്യമായ ശ്രമങ്ങൾ നടക്കുകയും അതിനുള്ള സർവ്വ പിന്തുണ നൽകുകയും ഇറാഖിലെ ആഭ്യന്തര കലാപങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ ആവശ്യമായ സർവ്വ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് പിൽക്കാലത്ത് ശത്രുപക്ഷത്ത് നാം കണ്ട അമേരിക്കയായിരുന്നു. ഉസാമ ബിൻ ലാദൻ അദ്ദേഹത്തെ ഒരു പ്രതീകമാക്കി ഉയർത്തിക്കൊണ്ടുവന്നതാരാണ്? അദ്ദേഹത്തെ മീഡിയകളിലൂടെ ലോകത്ത് അറിയിച്ചതാരാണ്? അദ്ദേഹത്തിന് ആളും അർത്ഥവും നൽകിയതാരാണ്? എല്ലാം അമേരിക്കയായിരുന്നു. അങ്ങനെ ലോകത്തിന്റെ മുമ്പിൽ മുസ്ലിം സമുദായത്തിന്റെ പ്രതീകവൽക്കരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചില ആളുകളെ കൊണ്ടുവരികയും അവരെ ഊതി വീർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മുസ്ലിം സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്ന, മുസ്ലിം ലോകത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഇവരാണ് എന്ന് ലോകത്തിന് മുമ്പിൽ തെറ്റിദ്ധാരണ പരത്തുകയും അങ്ങനെ അവരെ ലോകത്തിന്റെ സമാധാനം കെടുത്തുന്ന ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ട് അവരുടെ പേരിൽ ലോകത്ത് സംഘട്ടനങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കി ഒരു ഭാഗത്ത് മുസ്ലിം സമുദായത്തെ ലോകത്തിന് മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ നടക്കുകയും മറുഭാഗത്ത് രാഷ്ട്രങ്ങൾ തമ്മിൽ ആവശ്യമായിട്ടുള്ള കൂട്ടക്കലാപങ്ങൾക്ക് ആവശ്യമായ ആയുധ വിൽപ്പന നടത്താൻ സാഹചര്യമൊരുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്ന് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ഐസിസ് എന്നു പേരുള്ള ഗ്രൂപ്പ്. ഇറാഖിൽ അബൂബക്കർ ബഗ്ദാദിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഇസ്ലാമിക ഖിലാഫത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഐസിസിനെ കുറിച്ച് ലോകത്ത് ഇന്ന് 40-ലധികം പുസ്തകങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. ഈ ഐസിസ് ലോകത്ത് ചർച്ചയായിട്ട് എത്ര കാലമായി? കേവലം 1-1.5 വർഷം മാത്രം പഴക്കമുള്ള ലോകത്ത് അങ്ങനെയൊരു ഇറാഖിലെ രാഷ്ട്രീയമായ അസ്വസ്ഥതകൾക്കിടയിൽ രൂപം കൊണ്ടു എന്ന് പറയപ്പെടുന്ന ഈ ഒരു സംഘടന, ഒരക്രമി സംഘം ഇന്ന് ലോകത്ത് ഇന്ന് വലിയ ഒരു അപകടകരമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ടുള്ള ഒരു പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നു. ഐസിസിനെ വിശകലനം ചെയ്തുകൊണ്ടുള്ള 40-ലധികം പുസ്തകങ്ങൾ ലോകത്ത് മാർക്കറ്റുകളിൽ ഇന്ന് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, വളരെ കൗതുകകരമായ, നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഐസിസ് തീവ്രവാദി ഗ്രൂപ്പുകൾ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമ പരമ്പരകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യതിരിക്തമായൊരു കാഴ്ച, അവർ തങ്ങളുടെ ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യുന്നു, അവരുടെ അനുയായികളെ കൊന്നൊടുക്കുന്നു, ചില പ്രദേശങ്ങളിൽ പിടിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നു. അങ്ങനെ ഏതെങ്കിലും കൊച്ചു പ്രദേശങ്ങളിൽ ആധിപത്യം കിട്ടുമ്പോഴേക്ക് അവരവിടെ ഖിലാഫത്ത് പ്രഖ്യാപിക്കുന്നു. ഇത്തരത്തിലുള്ള അക്രമങ്ങളും മറ്റുമൊക്കെ നടക്കുമ്പോൾ തന്നെ ഇവരുടെ അക്രമത്തിന്റെ ശൈലിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം, മുസ്ലിം ലോകത്ത് വളരെ ചരിത്ര പ്രാധാന്യത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന, ആദരണീയരായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മഹാത്മാക്കളുടെ മക്ബറകൾ തകർക്കുന്ന, മസാറുകൾ തകർക്കുന്ന കാഴ്ച കൂടി ഇതിന്റെ ഭാഗമായി കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യുകയും ആ ഭരണകൂടത്തിന്റെ അനുകൂലികളെ കൊന്നൊടുക്കുകയും അങ്ങനെ അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അക്രമകാരികൾ ഈ ഗവൺമെന്റുമായോ ഗവൺമെന്റ് പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രങ്ങളുമായോ ഒന്നും ബന്ധമില്ലാത്ത നൂറ്റാണ്ടുകൾക്ക് മുമ്പിൽ മരണപ്പെട്ടുപോയ, എന്നാൽ ലോകത്തെ ജനങ്ങൾ ആദരവോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ഷെയ്ഖ് ദിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഉൾപ്പെടെയുള്ള മഹാരഥന്മാരുടെ ആത്മീയ നേതാക്കന്മാരുടെ മക്ബറകൾ തകർത്തുകൊണ്ട് ഈ സമരം നടത്തുന്നതിന്റെ കാരണം എന്താണ്? അതിനെക്കുറിച്ചുള്ള പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഐസിസ് എന്ന് പറയുന്ന ഈ സംഘടനയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അമേരിക്കയും ഇസ്രയേലുമാണ്. ഈ സംഘടനയ്ക്ക് ആവശ്യമായ മുഴുവൻ സാമ്പത്തിക സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഉസാമ ബിൻ ലാദനെ അമേരിക്ക സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ബാക്ക് ഫയൽ പരിശോധിക്കുമ്പോൾ ഈ ഉസാമ ബിൻ ലാദൻ എന്ന് പറയുന്ന ഒരു പ്രതീകത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് ആര് എന്ന് ചോദിച്ചാൽ ഇവരല്ലാതെ മറ്റാരുമല്ല. സദ്ദാം ഹുസൈന്റെ
പ്രൊമോട്ട് ചെയ്യുന്നത് അമേരിക്കയാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അമേരിക്കയുടെ പ്രത്യക്ഷ ശത്രുവായിട്ടാണ് സദ്ദാം ഹുസൈനെ കാണാൻ കഴിയുക. പക്ഷേ ആ സദ്ദാം ഹുസൈനെ അങ്ങനെ ഒരാളായി പ്രൊമോട്ട് ചെയ്തു കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് ആവശ്യമായ സർവ്വസഹായങ്ങളും ചെയ്തു കൊടുത്തത് ആരാണ് എന്ന സദ്ദാം ഹുസൈന്റെ ബാക്ക് ഫയൽ പരിശോധിക്കുമ്പോൾ അമേരിക്കയുടെ കരങ്ങളെ കാണാൻ സാധിക്കും. ഇസ്രയേലിന്റെ ശക്തിയായി ഇന്ന് വെളിപ്പെടുത്തപ്പെട്ട ഈ ഐസിസ് എങ്ങനെ ഇസ്ലാമിന്റെ ഭാഗമായിട്ട് പരിചയപ്പെടുത്താൻ സാധിക്കും? ഇസ്രയേൽ വെള്ളവും വളവും നൽകുന്ന ഒരു സംഘടനയെ എങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ പ്രാതിനിധ്യം അവകാശപ്പെടാൻ സാധിക്കും? അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ലോകത്ത് ഇസ്ലാമിനെ ബോധപൂർവം തെറ്റിദ്ധരിക്കാൻ ആവശ്യമായ രീതിയിൽ ഓരോ കാലത്തും ലോകരാഷ്ട്രീയ ചുറ്റുപാടുകൾക്കനുസരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചില സംഘടനകളെയും സംഘങ്ങളെയും പ്രതീകവൽക്കരിച്ച് അത് മുസ്ലിം സമുദായത്തിന്റെ പേരിൽ അവതരിപ്പിച്ചുകൊണ്ട് മുസ്ലിം സമുദായം അക്രമികളാണ്, തീവ്രവാദികളാണ്, ഭീകരവാദികളാണ് എന്ന് അങ്ങനെ ഒരു പ്രതീതി ലോകത്തുണ്ടാക്കിക്കൊണ്ട് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഇസ്ലാം ഭീതി പരത്തുന്ന ഒരു ചുറ്റുപാട് ലോകത്തരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഇതിന് മറുപടി എന്താണ്? ഇതിനുള്ള മറുപടി എന്ന് പറയുന്നത് ഇസ്ലാം എന്താണ് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്ന ഒരു സമൂഹത്തിന്റെ പുനഃസൃഷ്ടിപ്പാണ്. ഇന്ത്യയിലും സമാനമായ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഘർവാപസി പോലെയുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനുകൾ നടന്നു നമ്മുടെ നാട്ടിൽ. മലപ്പുറം ജില്ല പോലെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ സൗഹൃദത്തോടുകൂടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ പോലും സാക്ഷി മഹാരാജ് പോലെയുള്ള തീവ്രവാദ പ്രസംഗം നടത്തുന്ന, ഹിന്ദുക്കൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും വലിയ വിദ്വേഷം പരത്തുന്ന അത്തരത്തിലുള്ള പാർലമെന്റ് മെമ്പർമാരെ മലപ്പുറത്ത് കൊണ്ടുവന്നുകൊണ്ട് പ്രസംഗിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നാം മനസ്സിലാക്കണം, ഘർവാപസി മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ തറവാട്ടിലേക്ക് മടങ്ങണമെന്നാണ് പറയുന്നത്. തറവാട്ടിലേക്ക് മടങ്ങുന്നതിൽ ആർക്കും വിരോധമില്ല. പക്ഷേ തറവാട്ടിൽ നിന്ന് ഇവരൊക്കെ ഇറങ്ങിപ്പോരാനുള്ള കാരണമെന്താണ് എന്ന് വിശകലനം ചെയ്യപ്പെടുമ്പോഴാണ് അതിന്റെ സത്യാവസ്ഥ നമുക്കറിയാൻ സാധിക്കുക. ഈ ഘർവാപസി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് നടന്ന സമയത്ത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു വലിയ ലേഖനമുണ്ട്. ആ ലേഖനത്തിന്റെ തലക്കെട്ട് ദ അതർ സ്റ്റോറി ഓഫ് കൺവേർഷൻ എന്നായിരുന്നു. മതപരിവർത്തനത്തിന്റെ മറ്റൊരു കഥ. അതിൽ പരാമർശിക്കപ്പെട്ടത് 1980-കളിൽ തമിഴ്നാട്ടിലെ മീനാക്ഷിപുരത്ത് ആയിരക്കണക്കിന് അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട, താഴ്ന്ന ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ട സംഭവമാണ് ഉദ്ധരിച്ചത്. ടൈംസ് ഓഫ് ഇന്ത്യ മുസ്ലിം പത്രമല്ല, ഇന്ത്യയിലും ലോകത്തറിയപ്പെടുന്ന ദേശീയ പത്രം. അതിൽ മീനാക്ഷിപുരം എന്ന് പറയുന്ന നാട് ഒരു സുപ്രഭാതത്തിൽ അവിടെയുള്ള ആയിരക്കണക്കിന് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ട സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നു, അന്ന് മീനാക്ഷിപുരം എന്ന പേരുള്ള ആ നാട്ടിലെ ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോ മീനാക്ഷിപുരം എന്ന ഗ്രാമത്തിന് പിന്നീട് റഹ്മത്ത് നഗർ എന്ന പേരായി മാറി. ഇന്നും തമിഴ്നാട്ടിൽ റഹ്മത്ത് നഗർ എന്നാണ് ആ ഗ്രാമം അറിയപ്പെടുന്നത്. ആ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ഘർവാപസി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നു, ആ റഹ്മത്ത് നഗറിൽ ഇന്ന് പോയി നോക്കിയാൽ അവിടെ മതപരിവർത്തനത്തിന് വിധേയമായ ആ കുടുംബത്തിൽ അന്ന് മതപരിവർത്തനത്തിന് സന്നദ്ധരാവാതെ സ്വന്തം ജാതിയിലും ആ ജാതി വിഭാഗത്തിലും നിലയുറപ്പിച്ച ആളുകൾ എന്ന് പറയുന്നു. ഓരോ കുടുംബത്തിലും ജ്യേഷ്ഠൻ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോ അനുജൻ ഞാൻ മാറുന്നില്ല എന്ന് പറഞ്ഞു. ഒരേ പിതാവിന്റെ ചില മക്കൾ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു, ചില മക്കൾ ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധരായില്ല. പക്ഷെ അന്ന് മതപരിവർത്തനത്തിന് രംഗത്ത് വരാതെ പഴയ ജാതിയിലും മതവിഭാഗത്തിലും നിലയുറപ്പിച്ച ആളുകൾ ഇന്ന് പറയുന്നു അത്രേ,
അന്ന് ജ്യേഷ്ഠൻ പോയതുപോലെ എനിക്ക് പോയാൽ മതിയായിരുന്നു, അന്ന് എന്റെ അനുജൻ പോയതുപോലെ എനിക്ക് പോയാൽ മതിയായിരുന്നു എന്ന് ഇന്നവിടെ റഹ്മത്ത് നഗറിയിലുള്ള അന്ന് മതപരിവർത്തനത്തിന് സന്നദ്ധരാവാതെ സ്വന്തം ജാതിയിൽ നിലയുറപ്പിച്ച ആളുകളും അവരുടെ പിന്മുറക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന് ഒരു മുസ്ലിം പത്രം റിപ്പോർട്ട് ചെയ്തതല്ല, ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നു. അവർ പറയുന്നുവത്ര ഇന്നും അവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ പോലും ഉയർന്ന ജാതിക്കാർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ നിന്ന് യാത്ര ചെയ്യാൻ പോലും ഞങ്ങൾക്ക് അവകാശമില്ല, താഴ്ന്ന ജാതിക്കാരായതിന്റെ പേരിൽ. പക്ഷേ അന്ന് ഇസ്ലാം സ്വീകരിച്ച ഞങ്ങളുടെ ആ ബന്ധുമിത്രാദികളിൽപ്പെട്ട ആളുകളൊക്കെ അഭിമാനത്തോടുകൂടി അവരുടെ കൂടെ ഇരുന്നുകൊണ്ട് യാത്ര ചെയ്യുന്നത് കാണാൻ സാധിക്കുമെന്ന് ഒരു വൈകാരികമായ താല്പര്യത്തിനു വേണ്ടി ഒരു മുസ്ലിം പത്രം റിപ്പോർട്ട് ചെയ്തതല്ല, ഒരു മുസ്ലിം നേതാവ് പ്രഭാഷണം നടത്തിയതല്ല, ടൈംസ് ഓഫ് ഇന്ത്യ പോലെ ഇന്ത്യയിലെ ഒരു ദേശീയ പത്രം റിപ്പോർട്ട് ചെയ്യും. ഇത്തരത്തിലുള്ള മുസ്ലിം സമുദായത്തിനിടയിൽ അരക്ഷിതാവസ്ഥയും ഭീതിയും പരത്താനും വേണ്ടി ഇത്തരത്തിലുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇതിന്റെ വസ്തുതാപരമായ പിന്നാമ്പുറങ്ങളിലേക്ക് അന്വേഷണം എത്തുമ്പോൾ ഈ രീതിയിലുള്ള സത്യങ്ങളെ തിരിച്ചറിയാൻ സാധിക്കണം. ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ട ഒരു സംഗതിയല്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അത്തരത്തിലുള്ള ഒരു ആശയത്തോടുകൂടി കാണേണ്ട സംഗതിയുമല്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇന്നും അവശേഷിക്കുന്ന രാജകുടുംബമാണ് അറക്കൽ രാജവംശം. കണ്ണൂർ ജില്ലയിൽ ഇന്നും അറക്കൽ ബീവിയുണ്ട്. അവർക്കൊരു രാജഭരണമൊന്നുമില്ലെങ്കിൽ പോലും ആ പ്രതീകം, ഒരു രാജവംശം എന്ന നിലയിൽ ഇന്നും അറക്കൽ രാജവംശത്തിന്റെ പിന്മുറക്കാരുണ്ട്. അറക്കൽ രാജവംശത്തിന്റെ അതിന്റെ തലപ്പത്തുണ്ടായിരുന്ന, അതിനെന്നും കാർമ്മികത്വം വഹിച്ചിരുന്നത് എന്നും ഒരു ബീവിയായിരുന്നു, ഒരു വനിതയായിരുന്നു. അറക്കൽ രാജവംശത്തിന്റെ ഉൽപ്പത്തി മുതൽ ഇന്നും അറക്കൽ രാജവംശത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ അറക്കൽ ബീവി എന്നാണ് പറയാറുള്ളത്. ആ കുടുംബത്തിൽ ധാരാളം പുരുഷന്മാരുണ്ട്, പക്ഷേ ഈ അറക്കൽ രാജവംശത്തിന് നേതൃത്വം കൊടുക്കുന്ന എന്നും ഒരു വനിതയായിരിക്കും. ഈ ഖർവാഫസിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാലത്ത് അറക്കൽ രാജവംശത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ചിന്തിക്കണം. അറക്കൽ രാജവംശം എങ്ങനെയുണ്ടായി? നമ്മുടെ നാട്ടിൽ പരിശുദ്ധമായ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കപ്പെടാൻ ആവശ്യമായിട്ടുള്ള ഒരു പശ്ചാത്തലം ഒരുങ്ങുന്നത് ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന അന്നത്തെ ആ നാട്ടുരാജാവിന്റെ പരിശുദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തായി ആ ആകാശത്തിൽ കാണപ്പെട്ട ആ ചന്ദ്രന്റെ പിളർപ്പാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അതിനുശേഷം ആ ചേരമാൻ പെരുമാൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുവെന്നും പ്രവാചകന് ഇഞ്ചി സമ്മാനിച്ചുവെന്നും തിരിച്ചു വരുന്ന വഴിമധ്യേ അദ്ദേഹം വഫാത്തായി എന്നും ഇന്നും ഒമാനിലെ സലാലയിൽ താജുദ്ദീൻ എന്നു പേരുള്ള അദ്ദേഹത്തിന്റെ കബറിടം കാണാൻ സാധിക്കും. അവിടെ ധാരാളം ആളുകൾ സിയാറത്ത് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ആ ചേരമാൻ പെരുമാളിന്റെ സഹോദരിയായിരുന്ന ശ്രീദേവി എന്ന് പറയുന്ന സഹോദരി ഒരു ദിവസം കുളി കഴിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു, കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരികയാണ്. ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന അക്കാലത്ത് ഉന്നത ജാതിയിൽപ്പെട്ട ആളുകളുടെ ദൃഷ്ടിയിൽ താഴ്ന്ന ജാതിക്കാർ പെടാൻ പാടില്ല. ഉന്നത ജാതിയിൽപ്പെട്ട ഒരാൾ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും വഴിമധ്യേ നടന്നു പോകുമ്പോ ദൂരെ നിന്ന് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആരെങ്കിലും ആ ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾ നടന്നു വരുന്നത് കണ്ടാൽ ഞാൻ ജാതിയും ആ വിഭാഗീയതയും പറയാനല്ല, രാജ്യത്ത് ഒരു കാലത്ത് ഉണ്ടായിരുന്ന, ഇപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ തോതിൽ നിലനിൽക്കുന്ന വ്യവസ്ഥയാണ്. താഴ്ന്ന ജാതിക്കാരൻ ഇവരെ കണ്ടാൽ ഒന്നുകിൽ മുറം കൊണ്ട് മറച്ചു പിടിക്കണം, അവരുടെ ദൃഷ്ടിയിൽപ്പെടാൻ പാടില്ല. അല്ലെങ്കിൽ ഉള്ള എന്തെങ്കിലും തുണിയോ മറ്റോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് മറച്ചു പിടിക്കണം. ആ ഉയർന്ന ജാതിക്കാരന്റെ ദൃഷ്ടിയിൽ ഈ താഴ്ന്ന ജാതിക്കാരൻ പെടാൻ പാടില്ല. വലിയ വാഴയിലെയോ മറ്റൊക്കെ വെട്ടിക്കൊണ്ട് അതുകൊണ്ട് മറ പിടിച്ചു നിൽക്കണം. എന്നിട്ട് ആ ഉയർന്ന ജാതിക്കാരൻ ആ വഴിമധ്യേ നടന്നു പോയതിനു ശേഷമാണ് ഇദ്ദേഹത്തിന് പോരാൻ പാടില്ല. ശ്രീദേവി എന്ന് പറയുന്ന രാജകുമാരി
കുളി കഴിഞ്ഞുകൊണ്ട് കൊട്ടാരത്തിലേക്ക് നടന്നു പോകുന്ന ആ യാത്രാമധ്യേ താഴ്ന്ന ജാതിയിൽപ്പെട്ട ചില ആളുകളെ ഈ ശ്രീദേവിയുടെ തെറ്റിയിൽ പൊട്ടു. ആ ജാതി വ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് ശ്രീദേവിയെ ജാതിയിൽ നിന്ന് വെട്ടുകൽപ്പിച്ചു. താഴ്ന്ന ജാതിക്കാരെ കാണാൻ പാടില്ല, താഴ്ന്ന ജാതിക്കാരെ കണ്ടുപോയാൽ ജാതിയിൽ നിന്ന് പുറത്താക്കും. ശ്രീദേവിയെ ജാതിയിൽ നിന്ന് പുറത്താക്കിയതിന്റെ പേരിൽ സ്വാഭാവികമായും ഒരു രാജകുടുംബത്തിൽപ്പെട്ട രാജകുമാരിയാണ് ആ ജാതിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്. പിന്നെ ആ രാജകുമാരി ഒരു താഴ്ന്ന ജാതിക്കാരുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ അഭിമാനത്തിന് വലിയ ക്ഷതമാണ്. അപ്പൊ ആ രാജകുമാരിയുടെ മുമ്പിൽ രണ്ട് മാർഗമുള്ള, ഒന്നുകിൽ പെട്ടെന്ന് ആത്മഹത്യ ചെയ്ത് രക്ഷപ്പെടുക, അല്ലെങ്കിൽ ആ നാട് വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കുക. അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോഴാണ് ഈ ശ്രീദേവി എന്ന് പറയുന്ന ചേരമാൻ പെരുമാളിന്റെ ആ രാജകുടുംബത്തിൽപ്പെട്ട രാജകുമാരിയുടെ മുമ്പിൽ മോചനത്തിന്റെ വഴിയായി പരിശുദ്ധ ഇസ്ലാം വരുന്നു. ശ്രീദേവി പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചു. ശ്രീദേവിക്ക് അവകാശപ്പെട്ട സ്വത്തും സമ്പാദ്യങ്ങളൊക്കെ ലഭ്യമാക്കി. ആ ശ്രീദേവിയാണ് അറക്കൽ രാജകുടുംബത്തിലെ ആദ്യത്തെ ബീവി. ആ ശ്രീദേവിയുടെ പിന്മുറക്കാരാണ് അറക്കൽ രാജവംശത്തിന്റെ പിന്മുറക്കാരായി കടന്നു വന്നിട്ടുള്ളത്. ആ ശ്രീദേവിയോടുള്ള ബഹുമാനം നിലനിർത്തിയിട്ടാണ് ഇന്നും കണ്ണൂരിൽ പോയാൽ നിങ്ങൾക്ക് കാണാം അറക്കൽ രാജവംശത്തിന് നേതൃത്വം കൊടുക്കുന്നത് അറക്കൽ ബീവിയാണ്, ഒരു സ്ത്രീയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ രീതിയിലുള്ള ചരിത്രമുണ്ടായിട്ടുള്ള, ഈ രീതിയിൽ വ്യവസ്ഥിതിയുണ്ടായിട്ടുള്ള ഒരു നാട്ടിൽ ഒരു മനുഷ്യന്റെ മോചനത്തിന്റെ വഴിയായി ജാതി വ്യവസ്ഥയിൽ തീർപ്പുമുട്ടി കഴിഞ്ഞിരുന്ന ഒരു ജനവിഭാഗത്തിന് മുമ്പിൽ പരിശുദ്ധ ഇസ്ലാം വഴി കാണിച്ച ഒരു വലിയ ചൈത്രയാത്രയുടെ ചരിത്രമാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന് പറയാനുള്ളതെങ്കിൽ ആ സമുദായത്തിന് മുമ്പിൽ വന്നിട്ടാണ് ഈ ഖർവാഫസി എന്ന് പറയുന്ന ഈ ഒരുതരം വളിഞ്ഞ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വിഭാഗം രംഗത്ത് വരുന്നത്. ഇവിടെയാണ് ഇസ്ലാമിന്റെ യഥാർത്ഥമായ ആ സന്ദേശത്തെയും ഇസ്ലാമിന്റെ യഥാർത്ഥമായ പ്രത്യയശാസ്ത്രത്തിന്റെയും മഹത്വം അത് പ്രസംഗിക്കാനും എഴുതുവാനും മാത്രമല്ല സംശുദ്ധമായ ജീവിതത്തിലൂടെ മുസ്ലിങ്ങൾക്ക് പ്രദർശിപ്പിച്ചു കൊടുക്കാൻ സാധിക്കണം. നമ്മുടെ പെരുമാറ്റങ്ങളിൽ അതുണ്ടാവണം, നമ്മുടെ ജീവിത വിശുദ്ധിയിൽ അതുണ്ടാവണം, നമ്മുടെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ അതുണ്ടാവണം, നമ്മുടെ ഇടപാടുകളിൽ ഉണ്ടാവണം. അങ്ങനെയാണ് ഒരു യഥാർത്ഥ മുസ്ലിം എങ്ങനെയെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ചുറ്റുപാട് നമ്മുടെ നാട്ടിലുണ്ടാവേണ്ടത്. നമുക്കറിയാമല്ലോ, ഇവിടെ ഒരുപാട് ചരിത്ര പുരുഷന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ആവശ്യമായ ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഇവിടെ വലിയ നിർബന്ധ മതപരിവർത്തനം ഉണ്ടായിട്ടുണ്ട് എന്ന കെട്ടുകഥകൾ മെനഞ്ഞുകൊണ്ട് ഇവിടെ രാഷ്ട്രീയമായ താൽപര്യങ്ങൾക്ക് വേണ്ടി മതസമുദായങ്ങൾക്കിടയിൽ ഭിന്നതയും വിദ്വേഷവും വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. 1000-ഓളം വർഷം മുസ്ലിങ്ങൾ രാജഭരണം നടത്തിയ പ്രദേശമാണ് ഇന്ത്യ രാജ്യം. മുഗൾ രാജവംശം, ലോധി രാജവംശം, തുഗ്ലക് രാജവംശം, ഖിൽജി രാജവംശം, ഈ രാജവംശങ്ങളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിർബന്ധമായ മതപരിവർത്തനം മുസ്ലിങ്ങൾ നടത്തിയെന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. ഒരു മുസ്ലിം മറ്റൊരു സമുദായത്തിൽപ്പെട്ടയാളെ അവന്റെ മതത്തിലേക്ക് നിർബന്ധം നടത്തി സമ്മർദ്ദം ചെലുത്തി പരിവർത്തനം ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിന്റെ നിലവിലൊരു നിയമമുണ്ട്, നിർബന്ധ മതപരിവർത്തന നിരോധന നിയമം. ഒരു മുസ്ലിം അത് ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ ആ നിർബന്ധ മതപരിവർത്തന നിരോധന നിയമം ലംഘിക്കുക മാത്രമല്ല അവൻ ചെയ്തിട്ടുള്ളത്, പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമത്തെ കൂടിയാണ് അവൻ ലംഘിച്ചിട്ടുള്ളത്. കാരണം ദീനിൽ ആ നിർബന്ധമില്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധന ചുറ്റുപാട് അത്രയും സ്വതന്ത്രമായ ഒരു കാഴ്ചപ്പാടാണ്, വളരെ ലിബറലായിട്ടുള്ള കാഴ്ചപ്പാടാണ്. ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാനാണ്, ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാനാണ്, ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കാനാണ് പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട്? ക്ഷണിക്കാനാണ് കൽപ്പിച്ചത്. ക്ഷണിച്ചിട്ട് വരുന്നതും വരാത്തതും അവന്റെ ഇഷ്ടമാണ്. ക്ഷണിച്ചിട്ട് വരുന്നതും വരാത്തതും അവന്റെ ഇഷ്ടമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രത്തിൽ കാണാമല്ലോ,
ഒരു മലഞ്ചെരുവിലേക്ക് തന്റെ കളിക്കൂട്ടുകാരായി, തന്റെ നാട്ടുകാരായി, തന്നോടൊപ്പം ജീവിച്ച ഒരുപാട് സുഹൃത്തുക്കൾ ഒരു മലഞ്ചെരുവിലേക്ക് വിളിച്ചുകൂട്ടുകയാണ് പ്രവാചകൻ. അപ്പൊ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിക്കാന്ന് വിചാരിച്ച് ഇവരൊക്കെ എല്ലാവരും അടുത്തുകൂടി. എന്നിട്ട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്, റസൂലാണ്. അത് പരിചയപ്പെടുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരോട് ചോദിക്കുന്നു, നമ്മൾ തമ്മിലൊക്കെ നേരത്തെ പരിചയമുള്ള ആളുകളല്ലേ? നിങ്ങൾക്ക് എന്നെ അറിയാം, എനിക്ക് നിങ്ങളെയും അറിയാം. നിങ്ങളുടെ ജീവിത ചുറ്റുപാട് എനിക്കറിയാം, എന്റെ ജീവിത ചുറ്റുപാടും നിനക്കറിയാം, നിങ്ങൾക്കറിയാം. ഞാൻ ഇന്നുവരെ നിങ്ങളോട് എന്തെങ്കിലും കളവ് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇന്നുവരെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്നുവരെ നിങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളോട് ഞാൻ എന്തെങ്കിലും അനീതി പ്രവർത്തിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. എല്ലാവരും സമ്മതിച്ചു, നിങ്ങളുമായിട്ട് യാതൊരു അഭിപ്രായത്തിലും ഞങ്ങൾക്കില്ല. നീ എന്തു പറഞ്ഞാലും അത് വലിയ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ തിരുദൂതരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി ദൗത്യമേൽപ്പിക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ. നിങ്ങൾക്ക് പാരമ്പര്യമായി അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ചുറ്റുപാടിനെ, ആ ബഹുദൈവാരാധനയെ, ജീവിതത്തിൽ യാതൊരു ലക്ഷ്യവുമില്ലാതെ അധർമ്മങ്ങളും അനീതികളുമായി കഴിഞ്ഞുകൂടുന്ന ആ ജീവിത ചുറ്റുപാടിൽ നമുക്ക് നമ്മളെ സൃഷ്ടിച്ച ഒരു സിട്ടാവുണ്ട്. ആ സിട്ടാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം എന്ന് പറഞ്ഞപ്പോ അപ്പോൾ ആ ആൾക്കാർ പറയാണ്, ഇന്നക ലമജ്നൂൻ, നീ ഒരു ഭ്രാന്തനാ, പോയി പണിയൊക്കെ. പക്ഷെ അതിന്റെ മേലെ അവിടെ യുദ്ധം നടന്നിട്ടില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതും എന്റെ ഈ പ്രവാചക ദൗത്യത്തിൽ അള്ളാഹു വിധിക്കപ്പെട്ടൊരു സംഭവമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചു പോന്നു എന്നതിനേക്കാളപ്പുറം അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ മുസ്ലിം സമൂഹത്തോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെ ഈ ലോകത്ത് തൗഹീദ് പ്രചരിപ്പിക്കാൻ വന്ന പ്രവാചകന്മാർക്കെല്ലാം ഉണ്ടായിരുന്ന ദൗത്യം ക്ഷണിക്കുക മാത്രമായിരുന്നു. ക്ഷണം സ്വീകരിക്കുക, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇത്രയും ലിബറലായിട്ടുള്ള ഒരു പ്രബോധക സംവിധാനം ഇസ്ലാമിക സമൂഹത്തിലല്ലാതെ മറ്റെവിടെയും കാണാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഈ ലിബറലായ ഒരു സ്വാതന്ത്ര്യത്തോടുകൂടിയുള്ള ഒരു പ്രബോധക സംവിധാനം നിലനിൽക്കപ്പെടുന്ന നാട്ടിലാണ് ഈ ഖിലാഫത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ചില വിഭാഗങ്ങൾ ശ്രമം നടത്തിയത്. ഇവിടെയല്ല മുസ്ലിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ ഭാഗത്തുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ, നിങ്ങളാ പറയുന്നതല്ല ഇസ്ലാം എന്ന് പ്രസംഗിക്കുക മാത്രമല്ല, എഴുതുക മാത്രമല്ല, അത് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 1000ഓളം വർഷക്കാലം മുസ്ലിങ്ങൾ ഇവിടെ ഭരണം നടത്തി. ആ ഭരണ ചരിത്രത്തിൽ ഒരിടത്തും നിർബന്ധമായ മതപരിവർത്തനം നടത്തി എന്നൊരാരോപണം മുസ്ലിം രാജാക്കന്മാർക്കെതിരെ ഭരണകൂടത്തിൽ ഉണ്ടായിട്ടില്ല. ആ മുസ്ലിം ഭരണാധികാരികളിൽ നല്ല മതഭക്തന്മാരുണ്ടായിരുന്നു, തഖ്വയുള്ള പണ്ഡിതന്മാരുണ്ടായിരുന്നു, സൂഫിവര്യന്മാരുണ്ടായിരുന്നു. എന്നാൽ മതകാര്യത്തിൽ വലിയ താല്പര്യമില്ലാത്തവരുണ്ടായിരുന്നു. ഔറംഗസീബ് ആലംഖാനെ പോലെയുള്ള ലാളിത്യത്തോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ആളുകളുണ്ടായിരുന്നു. ഔറംഗസീബ് ആലംഖാൻ ദീർഘമായ കാലം മുഗൾ രാജവംശത്തിന് നേതൃത്വം കൊടുക്കുമ്പോഴും തന്റെ ഖജനാവിൽ നിന്ന് തന്റെ ജീവിതാവശ്യത്തിന് ഒരു നയാ പൈസ പോലും എടുക്കാതെ തൊപ്പിതുന്നിയും നെയ്ത്ത് ജോലികൾ താനും ഭാര്യയും ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രം ജീവിക്കാൻ സൂക്ഷ്മത പാലിച്ച ഭരണാധികാരി. എന്നാൽ ഷാജഹാനെ പോലെയുള്ള പല ആളുകളും ദൂർത്തടിച്ചുകൊണ്ട് തന്റെയും കുടുംബത്തിന്റെയും ഭാര്യയുടെയും ഒക്കെ മറ്റുള്ളവരുടെ ആ പ്രൗഢി പ്രകടിപ്പിക്കാൻ വേണ്ടി താജ്മഹൽ പോലെയുള്ള സൗധങ്ങൾ നിർമ്മിക്കാൻ അങ്ങനെയും മുന്നോട്ട് വന്നിട്ടുണ്ട്. അക്ബർ പോലെയുള്ള ചക്രവർത്തിമാർ അവരുടേതായിട്ട് രാഷ്ട്രീയമായ ആധിപത്യം നിലനിർത്താൻ വേണ്ടി എല്ലാ മതവിഭാഗങ്ങളിലും ആശയങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് പുതിയൊരു മതത്തെ സൃഷ്ടിക്കാനും ശ്രമം. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇസ്ലാമിക സമൂഹത്തിലേക്ക് നിർബന്ധമായി സമ്മർദ്ദം ചെലുത്തിയിട്ട്
അങ്ങനെ മുസ്ലിങ്ങളെ മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകളെ മതപരിവർത്തനം ചെയ്യിപ്പിച്ചു എന്ന ഒരാരോപണം ആധികാരികമായി ഇന്നുവരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ത്യ രാജ്യത്തെ ക്രൈസ്തവ സമുദായത്തിനെതിരെയും ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അവരെ പ്രകോപിതരാക്കാൻ വേണ്ടി ബോധപൂർവം ചർച്ചകൾ തീകൊടുത്തുകൊണ്ട് അക്രമങ്ങൾ നടത്തിക്കൊണ്ട് കന്യാസ്ത്രീകളെ ആക്രമിച്ചുകൊണ്ടൊക്കെയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യത്ത് 4 നൂറ്റാണ്ടിലധികം ക്രൈസ്തവ സമുദായം ഭരണം നടത്തിയിട്ടുണ്ട്. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ബ്രിട്ടീഷുകാർ. പക്ഷെ അവരുടെ ചരിത്രത്തിലും അവരവരുടെ മിഷണറി പ്രവർത്തനമൊക്കെ നടത്തിയിട്ടുണ്ടാവാം. പക്ഷേ നിർബന്ധമായ മതപരിവർത്തന നേതൃത്വം കൊടുത്തു എന്ന് ചൂണ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെ ആയിട്ടും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വലിയ മതപരിവർത്തനം നടന്നിട്ടുണ്ട്. ആ മതപരിവർത്തനം ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ടല്ല. ചില വിശുദ്ധമായ ജീവിതത്തിന്റെ പ്രകാശം കണ്ടുകൊണ്ട് ഈ രാജ്യത്ത് വലിയ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് അവർ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചവരായതുകൊണ്ട് തന്നെ അവരെ ഭയപ്പെടാനും അവരാദരിക്കാനും അവരെ ബഹുമാനിക്കാനും അവരുടെ ജീവിതത്തിന്റെ പ്രകാശത്തിൽ നിന്ന് അവരുടെ മോചനത്തിന്റെ വഴികൾ തെരഞ്ഞെടുക്കാനും സ്വാഭാവികമായും സംവിധാനങ്ങൾ ഉണ്ടായി എന്നതിനേക്കാളപ്പുറം അതൊരിക്കലും മതപരിവർത്തനത്തിന്റെ അക്കൗണ്ടിൽ ചേർക്കപ്പെടാവുന്നതല്ല. അവർ അള്ളാഹുവിനെ ഭയപ്പെട്ടതുകൊണ്ട് അവരെ മറ്റുള്ളവർ ഭയപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്നും നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് മുസ്ലിം രാജാക്കന്മാരെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവർ മതഭ്രാന്തന്മാരാണ്, അവർ മോശക്കാരാണ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ അവർ വലിയ മതപരിവർത്തനം നടത്തിയില്ല. അവർ കാരണം ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടൊന്നുമില്ല. എന്നാൽ ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണക്കാരായിട്ടുള്ള ഒരുപാട് ചരിത്ര പുരുഷന്മാർ ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ട്. മഹാനായ നിസാമുദ്ദീൻ ഔലിയ മുതൽ അജ്മീർ ഖാജ മുതൽ ഇങ്ങ് മമ്പുറം തങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന ദീർഘമായൊരു പരമ്പര ഇന്ത്യ രാജ്യത്തുടനീളം ലോകത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല അമുസ്ലിം സഹോദരങ്ങൾ പോലും ആദരവോടുകൂടി കാണുന്ന നിരവധി മക്തബുകൾ. ഈ വലിയ വർത്താനൊക്കെ പറയുന്ന ബിജെപിക്കാരൻ മന്ത്രിയായാലും ആദ്യം ഒന്ന് അജ്മീർ പോയിട്ട് അവന്റെ ഭാഷയിൽ പ്രാർത്ഥന തുടങ്ങിയിട്ട് അവന്റെ ഒഫീഷ്യൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. പാകിസ്ഥാനിൽ പോലും ചില മന്ത്രിമാർ ഇന്ത്യയിലേക്ക് വിസ എടുത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തുമായിട്ട് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അവർ ചില സമയത്ത് അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവരുടെ ഭരണത്തിന്റെയും രാഷ്ട്രീയമായ വ്യക്തിപരമായ സുരക്ഷത്തിനു വേണ്ടി അജ്മീറിലും അതേപോലെ നിസാമുദ്ദീൻ ദർഗയിലും വന്നുകൊണ്ട് പ്രാർത്ഥന നടത്തുന്ന സിയാറത്ത് നടത്തുന്ന വാർത്തകൾ നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. എന്നാൽ അജ്മീർ ഖാജ മുഖേന, നിസാമുദ്ദീൻ ഔലിയ മുഖേന, മമ്പ്രന്തങ്ങൾ മുഖേന, അങ്ങനെ നമ്മൾ ഇന്ത്യ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന സൂഫിവര്യന്മാർ മുഖേന എത്ര ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളാണ് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നത്. പക്ഷേ ഈ വർഗീയ ഭ്രാന്തന്മാരിൽപ്പെട്ട ഒരാൾക്ക് പോലും അവർക്കെതിരെ ഒരു ദുരാരോപണം ഉന്നയിക്കാൻ തന്റെ ഇടമില്ലല്ലോ, ധൈര്യമില്ലല്ലോ. എന്താ കാരണം? ഇസ്ലാമിക സമൂഹത്തിന് മുമ്പിൽ അവർ കേവലം പ്രദർശനത്തിനു വേണ്ടി ജീവിച്ചവരായിരുന്നില്ല. അവർ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചതുകൊണ്ട് ഇന്നും അവരെ ഭയപ്പെടുന്ന, അവരാദരവോടുകൂടി മാത്രം കാണാൻ കഴിയുന്ന ഒരു ജനവിഭാഗം ഇന്നും ലോകത്തുണ്ട് എന്നതാണ് നമ്മുടെ ചരിത്രം. അത് ഇസ്ലാമിലെ തസവൂഫിന്റെ, സൂഫി ദർശനത്തിന്റെ ഏറ്റവും വലിയ മഹാത്മ്യമാണ്. ആ ത്വരീഖത്തിന്റെയും സൂഫിസത്തിന്റെയും തസവൂഫിന്റെയും ആ മാഹാത്മ്യത്തിന്റെ അതിന്റെ എല്ലാ അർത്ഥത്തിലും അതിന്റെ മഹത്വം തിരിച്ചറിയണമെന്നും അത് ഉൾക്കൊള്ളണമെന്നും അതിലൂടെ മാത്രമേ മനുഷ്യന് ആത്യന്തികമായ സംസ്കരണം ലഭ്യമാവുകയുള്ളൂ എന്നുമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ മുസ്ലിം ഉമ്മത്തിന് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു സംഘടനയുടെ പോലും ആവശ്യമില്ലാത്ത വിധം ദീർഘമായ 13.5 നൂറ്റാണ്ടുകാലം ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിൽ ജീവിക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഈ മഹാരഥന്മാരായ ആത്മീയ നേതാക്കന്മാരുടെ സാന്നിധ്യം ഈ സൂഫി ദർശനത്തിന്റെ അതുല്യമായ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞ ഒരു ചുറ്റുപാട് ഇന്ത്യ രാജ്യത്തുണ്ടായി. സംഘടനയൊക്കെ പെടുത്തുണ്ടായതല്ലേ? എന്തായിരുന്നു ഇന്ത്യ രാജ്യത്തെ, മലബാറിലെ, കേരളത്തിലെ, നമ്മുടെ ഈ ഏറനാട്, വെള്ളുവനാട് താലൂക്കിലൊക്കെ മുസ്ലിം സമൂഹത്തിന്റെ പൂർവ്വ ചരിത്രം എന്താണ്? ഇവിടെ സംഘടന ഉണ്ടായിരുന്നു.
സംഘടനയുടെ പോലും ആവശ്യമില്ലാത്ത വിധം പണ്ഡിതന്മാരും സയ്യിദന്മാരും എന്തു പറയുന്നു അത് അക്ഷരം പ്രതി സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു മനോഭാവം സൃഷ്ടിക്കപ്പെട്ടു. അവർ വിശ്വസ്തരായിരുന്നു, അവർ വിശ്വസ്തരായി ജീവിച്ചു. നമ്മളിപ്പോഴും സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയുമ്പോൾ പ്രയോഗിക്കുന്നൊരു പ്രയോഗമുണ്ട്. അന്ന് എന്നോട് പറയണ്ടൊക്കെ പള്ളിയിൽ പറഞ്ഞാൽ മതി. അന്നൊരു തമാശയുടെ പ്രയോഗമാണെങ്കിൽ ഒരു കാലത്ത് ഈ നാട്ടിലെ വ്യവസ്ഥിതിയായിരുന്നു അത്. ഈ നാട്ടിലെ വ്യവസ്ഥിതിയായിരുന്നു അത്. അയൽവാസികൾ തമ്മിൽ തർക്കമുണ്ടായാൽ, ഭാര്യയും ഭർത്താവും പണങ്ങിയാൽ, ബാപ്പയും മക്കളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, മുസ്ലിങ്ങൾ തമ്മിൽ അവർക്കിടയിൽ എന്തെങ്കിലും വിഷയമുണ്ടായാൽ, അമുസ്ലിങ്ങൾ തമ്മിലുണ്ടായാൽ, ആ സമൂഹത്തിൽ എന്തുണ്ടായാലും മസ്അലാപരമായ വിഷയങ്ങൾക്ക് വേണ്ടി സംശയ നിവാരണം നടത്താൻ വേണ്ടി പോകുന്നത് മാത്രമല്ല, ഏത് വിഷയങ്ങൾക്കും അത് പള്ളിയിൽ ചെന്നുകൊണ്ട് പരിഹാരം കണ്ടെത്തിയിരുന്ന ഒരു ചുറ്റുപാട്. ആ ഒരു തലത്തിൽ ദീർഘമായ 13.5 നൂറ്റാണ്ടുകാലം മലബാറിലെ മുസ്ലിം സമൂഹത്തിൽ ജീവിക്കാൻ സാധിച്ചത് സംഘടനയുണ്ടായതുകൊണ്ടായിരുന്നില്ല, വിശ്വസ്തരായ പണ്ഡിതന്മാരും സാദാത്തുക്കളും ഈ സമൂഹത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ്. അവർ വിശ്വസ്തരായിരുന്നു. ഈ വിഷയം പള്ളിയിൽ ചെന്നുകൊണ്ട് പണ്ഡിതന്റെ മുമ്പാകെ, ഖാദിയുടെ മുമ്പാകെ അവതരിപ്പിച്ച്, അത് അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനായ അബ്ദുൽ സമദ് പൂക്കുട്ടൂർ സാഹിബ് എത്തി. ഞാൻ ഈ പറഞ്ഞ വിഷയം കൂടി പൂർത്തീകരിച്ചു. ഇൻഷാ അല്ലാഹ് പണ്ഡിതന്മാരുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ച് ശറഈയായ ഒരു തീരുമാനം പറഞ്ഞ് ആ തീരുമാനം ഇരുവിഭാഗവും വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് അവർ സംതൃപ്തിയോടുകൂടി തിരിച്ചു പോന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. അതേത് കിതാബിലാണുള്ളത് ഉസ്താദെ എന്ന് പോലും ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം പണ്ഡിതന്മാർ വിശ്വസ്തരായിരുന്നു അക്കാലത്ത്. ആ മൊയ്ലിയിൽ നുണ പറയലുണ്ടെന്ന് പോലും പറയുന്ന സാഹചര്യം അക്കാലത്തുണ്ടായിരുന്നില്ല. പണ്ഡിതന്മാർ വിശ്വസ്തരായിരുന്നു. മൗലവിമാർ നുണ പറയാൻ തുടങ്ങിയപ്പോഴാണ് ഇത് ചോദിക്കേണ്ട സാഹചര്യം വന്നത്. അത് ഏത് കിതാബിലാണുള്ളത്, അതിന്റെ ഇബാറത്ത് എഴുതിത്തരൂ എന്ന് ചോദിക്കേണ്ട സാഹചര്യം എന്താണ്? അത് ആ കിതാബിലുണ്ടോ അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ കിതാബ് ഉണ്ടോ അല്ലേ എന്ന് ചോദിക്കേണ്ട സാഹചര്യം ഇവിടെ പലരും സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടാണ്. ആ ചിന്താഗതിയും ആ നന്മയും ആ വിശുദ്ധിയും ഇന്ന് കാത്തുസൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുലമയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുലമ ഇവിടെ നേരത്തെ പരാമർശിക്കപ്പെട്ടതുപോലെ അതിന്റെ 90-ാം വാർഷികം പ്രഖ്യാപിക്കപ്പെടുമ്പോഴും അഭിമാനത്തോടുകൂടി സമസ്തയുടെ ഖാദിമീങ്ങളായ നമുക്ക് പറയാവുന്ന ഒരു സംഗതി, ആ സമസ്ത കേരള ജംഇയ്യത്തുലമ 1926 രൂപീകരിക്കപ്പെട്ട് ഈ നിമിഷം വരെ മതപരമായ കാര്യത്തിൽ മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞൊരു കാര്യം സമസ്ത കേരള ജംഇയ്യത്തുലമ മാറ്റിപ്പറഞ്ഞു എന്ന് എതിരാളികൾക്ക് പോലും ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത വിധം പ്രാമാണികമായി മാത്രം മുസ്ലിം ഉമ്മത്തിനോട് സംവദിച്ചു എന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന്റെ സംഘടനാ സംവിധാനങ്ങളെക്കാൾ, അതിന്റെ ജനപിന്തുണയേക്കാൾ, അതിന്റെ സ്വീകാര്യതയേക്കാൾ, അതിന്റെ ഭൗതികമായ സംവിധാനങ്ങളെക്കാൾ ഒക്കെ അപ്പുറം ആ വിശുദ്ധി നിലനിർത്താൻ സാധിച്ചു എന്നതാണ്. സമൂഹത്തിൽ എന്തെല്ലാം അപജയങ്ങൾ കടന്നുവന്നു, എന്തെല്ലാം അധാർമികമായ പ്രവണതകൾ കടന്നുവന്നു, അത് പണ്ഡിതന്മാരെ ബാധിച്ചു തുടങ്ങി, മഹല്ല് നേതൃത്വത്തെ ബാധിച്ചു തുടങ്ങി. സമൂഹത്തിന്റെ ഏറ്റവും നന്മ കാക്കുന്നവരായി കണക്കാക്കപ്പെടുന്ന ആളുകൾക്കിടയിൽ പോലും ഈ ദുഷ്പ്രവണതകൾ കടന്നു വരുമ്പോഴും, ആ ദുഷ്പ്രവണതകൾ കടന്നുവരുന്ന ആ ചുറ്റുപാടുകൾക്കിടയിൽ പോലും ഈ വിശുദ്ധി കൈവരിക്കാനും വിശുദ്ധി സൂക്ഷിക്കാനും ഈ ദീർഘമായ 9 പതിറ്റാണ്ട് കാലത്തിനിടയിൽ ഒരപവാദത്തിന് പോലും അവസരം കൊടുക്കാത്ത വിധം അത് നിലനിർത്താൻ സാധിച്ചു എന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പ്രത്യേകത. ഈ അവകാശവാദം ഉന്നയിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുലമയല്ലാതെ കേരളത്തിന് ഏത് മത ലേബലിൽ പോറ്റിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകൾക്ക് സാധിക്കും? ആർക്ക് സാധിക്കും? മതത്തിന്റെ ലേബലിൽ കേരളത്തെ മുസ്ലിം സമൂഹത്തെ സംബോധന ചെയ്യുന്ന ഒരു സംഘടനക്കും ഈ അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല. അവിടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പ്രത്യേകത. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന വിശുദ്ധമായ ഒരു നേതൃത്വത്തിന്റെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി ഞാനും എന്റെ കുടുംബവും എന്റെ മഹല്ല് സംവിധാനവും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ, മുസ്ലിം കുടുംബത്തിന്റെ, മുസ്ലിം സഹോദരന്റെ മുമ്പിലുള്ള ഏക അത്താണി അത് സമസ്ത കേരള ജംഇയ്യത്തുലമയാണ്.
ആ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി നമ്മുടെ മഹല്ല് സംവിധാനത്തെയും നമ്മുടെ സംഘടനാ സംവിധാനങ്ങളെയും നമ്മുടെ മദ്രസകൾ, നമ്മുടെ പള്ളികൾ, നമ്മുടെ ദർസുകൾ, അറബിക് കോളേജുകൾ, എല്ലാ പ്രാസ്ഥാനിക സംവിധാനങ്ങളെയും അതിനനുസരിച്ചുകൊണ്ട് കെട്ടിപ്പടുത്തുകൊണ്ട് അതിനനുസരിച്ചുകൊണ്ട് ക്രമപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നമുക്ക് പ്രചോദനമാകട്ടെ. ഈ സമ്മേളനം സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന പ്രത്യേകിച്ച് നമ്മുടെ വഖഫ് ബോർഡ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ആദരണീയനായ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾക്ക് ഇത്ര നല്ലൊരു ഊഷ്മളമായ സ്വീകരണം നടത്താൻ വേണ്ടി മുന്നോട്ട് വന്ന എന്റെ പ്രിയപ്പെട്ട സുന്നി യുവജന സംഘത്തിന്റെ ഭാരവാഹികൾ, പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്ന PA മൗലവി പോലെയുള്ള അതിന്റെ നേതാക്കൾക്ക് എല്ലാവിധ നന്ദിയും അതിന്റെ എല്ലാവിധ കൃതജ്ഞതയും പ്രത്യേകം അറിയിച്ചുകൊണ്ട് അഭിവാദ്യം നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിൽ ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.